എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സംഗതി ഈ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ വയസ്സ് 29 വയസ്സാണ്. അത് മാത്രമല്ല ജേർണലിസം പഠിച്ചോ ചോദിച്ചാൽ ഇല്ല, എഞ്ചിനീയറിംഗ് ബിടെക്കാണ്. അവൻ്റെ കൂടെയുള്ള കുറച്ച് സഹായികളും വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു സുബൈറിൻ്റെ ഒക്കെ ഹിസ്റ്ററി അറിയാം. 4 വീഡിയോ ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു, റെയ്ഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിനൊരു പക്ഷേ ഒരു പരിധി വരെ ഇതുണ്ടാവും. പക്ഷേ അതേസമയം ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് ജർമ്മനിയിൽ ഇരുന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ജർമ്മനിയിൽ ചെയ്യാന്നല്ല, അവിടെ ചെയ്യാൻ കഴിയും. യൂട്യൂബിൻ്റെ കടന്നുവരവ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളുടെ കടന്നുവരവിലൂടെ ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗർമാർ ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പൊളിറ്റിക്സിന് ഏറ്റവും നല്ല രൂപത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ധ്രുവ റെഡ്ഡി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വ്ളോഗർ. ഏകദേശം 18.8 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു 10 വർഷത്തോളം ഒരു ട്രാവൽ വ്ളോഗറായി ആരംഭിച്ച് പിന്നെ കുറച്ച് കാലം ഫാക്ട് ചെക്കിംഗ് വീഡിയോകളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അവസാനം ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു എന്നെ കൃത്യമായിക്കൊണ്ട് വിശകലനം നടത്തുന്ന ഒരു വ്യക്തിത്വമായിക്കൊണ്ട് അദ്ദേഹം മാറുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലർ ആക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി, അദ്ദേഹത്തെ പോപ്പുലർ ആക്കുന്നതിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്കുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്തായാലും അത് പറയുന്നതിന് മുമ്പ് ഈ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തിനേയും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു സന്ദേശം നമ്മളെല്ലാം കൊടുക്കുമല്ലോ. നമ്മളൊക്കെ കാലാകാലങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സോഷ്യൽ മീഡിയയ്ക്ക് വളരെ പോസിറ്റീവായ കൺസ്ട്രക്റ്റീവായ ഒരു റോള് പ്ലേ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഇത് കുറേയൊക്കെ നേരത്തെ തന്നെ തെളിയിച്ച പലരും ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞുള്ള ഫാക്ട് ചെക്ക് വീഡിയോസ് ആയില്ലെങ്കിലും പൊളിറ്റിക്കൽ ഇതിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ബ്ലോവിങ് അപ്പാണ് ഇപ്പം ഈ ദുറോറാത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ നമ്മൾ അമേരിക്കയിൽ ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അതിന് ശേഷം അമേരിക്കയിലും പിന്നെ മീഡിയകളിലൊക്കെ വലിയ വിവാദമോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ഇലക്ഷനിൽ റഷ്യ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് ട്രംപിന് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നതിൽ സഹായകമായ രൂപത്തിൽ റഷ്യ ഇടപെട്ടു എന്നുള്ളത്. അപ്പോൾ റഷ്യ നമുക്കറിയാം, റഷ്യ ഇപ്പോൾ അവിടെ നേരിട്ട് പോയിട്ട് ഇപ്പോൾ പുട്ടിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻസിനോ ഒക്കെ ചെയ്യാവുന്ന പണിക്ക് വളരെ ലിമിറ്റേഷനുണ്ട്. അപ്പോൾ എങ്ങനെ ഇടപെട്ടു എന്നാണ് അവിടെയുള്ള ചാനലുകളോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അമേരിക്കയുടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള ക്യാമ്പയിൻ. അപ്പം അവിടെ ട്രംപ് തന്നെ 2 പ്രധാന പൊളിറ്റിക്സ് ഉന്നയിച്ചു. ഒരു പ്രധാനം എന്ന് പറയാം എന്ന് വെച്ചാൽ അത് ഈ മെക്സിക്കൻ ജനതയുടെ ഈ കുടിയേറ്റം ഈ കുടിയേറ്റത്തെ ഇവിടുത്തെ ബംഗ്ലാദേശ് കുടിയേറ്റത്തെയൊക്കെ പോലെ അദ്ദേഹം അതിനെ ഭയങ്കരമായിട്ട് പിന്നെ ഉയർത്തി കാണിക്കുകയും അത് അമേരിക്കയുടെ സംസ്കാരത്തെ അവിടെ എക്കോണമിയെ ബാധിക്കുന്നുണ്ട്, ഡ്രഗ് ഈ പിന്നെ വല്ലാതെ കടന്നു വരുന്നതിന് കാരണം. അപ്പോൾ ഇത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പരിധിവരെ ശരിക്കും സ്വാധീനിക്കേണ്ടിയിരുന്ന ആരെയായിരുന്നു? ഓർത്ത് വൈറ്റ് ജനതയാണ്. പക്ഷേ ഇവിടെയാണ് കളിച്ചു എന്ന് പറയുന്ന കളി എന്നുവെച്ചാൽ ഈ വൈറ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ബ്ലാക്കിനെ സ്വാധീനിച്ചു. ബ്ലാക്കിനെ സ്വാധീനിച്ചത് എങ്ങനെയാ വെച്ചാൽ ഈ മെക്സിക്കൻ അഭയാർത്ഥികളുടെ അല്ലെങ്കിൽ കടന്നുകയറ്റക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നേറ്റീവ് ബ്ലാക്സിനാണ്. അത് ഈ താഴേക്കിടയിലുള്ള എല്ലാ ജോലികളും ആരും എടുക്കും, ഇവരേറ്റെടുക്കും. അപ്പോൾ അവിടുത്തെ ബ്ലാക്സ് എന്ത് ചെയ്യും, ജോലി ഇല്ലാതെയാവും. അതുകൊണ്ട് അവരെ കടന്നുകയറ്റത്തെ എന്ത് ചെയ്യണം, ബ്ലാക്കുകളും പ്രതിരോധിക്കും. ഇത് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാൻ പറഞ്ഞാൽ ഒരു വലിയ രാജ്യത്തെ ഇലക്ഷൻ ക്യാമ്പയിനെ സ്വാധീനിക്കാൻ മാത്രം ശക്തി ഇത്തരം മീഡിയകൾക്കുണ്ട് എന്നുള്ളതാണ്. അതിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവരൊരു പക്ഷേ അങ്ങനെ ഈ വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് സഹായിക്കും. എന്തായാലും ഇപ്പോൾ ധ്രുവറാത്തി തെളിയിച്ചൊരു കാര്യം എന്താണ്, പിന്നെ ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലറായ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് മോദി ഡിക്റ്റേറ്ററാണോ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോവുകയാണെന്ന് ചോദിക്കുന്നത്. അതിന് മുമ്പ് ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടിയിലേക്ക് കയറിപ്പോയ വീഡിയോ ആണിത്. അതൊരു രാഷ്ട്രീയ വീഡിയോ ആണ്, പൊളിറ്റിക്കലാണ് അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തായാലും ഇത്തരത്തിലുള്ള ഈ യൂട്യൂബ് ചാനലുകളിൽ കൂടുതൽ കാണുന്നത് ആരായിരിക്കും? യൂത്ത് തന്നെയാണ്, യങ്സ്റ്റേഴ്സ് ആയിരിക്കും, പ്രത്യേകിച്ചും ഇങ്ങനത്തെയൊക്കെ ഒരു ഇതിൽ.
അപ്പോൾ അതിൽ നമുക്കൊരു നല്ലൊരു സൂചന ഉണ്ട്. എന്താണ്, യൂത്തിനിടയിൽ നമ്മൾ കരുതുന്ന പോലെ പൊളിറ്റിക്സിൽ തീരെ താല്പര്യമില്ല എന്നുള്ളതല്ല, അവർ യഥാർത്ഥത്തിലുള്ള കണ്ടൻറ്റിന് വേണ്ടി തിരയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു പോയിൻ്റ് അത് തന്നെയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പ്രസക്തമായിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റ് വീഡിയോകൾ, സാമൂഹികപരമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന വീഡിയോ ഒക്കെ അത്ര വ്യൂവർഷിപ്പ് ഇല്ല. അപ്പോൾ രാഷ്ട്രീയ താല്പര്യമുണ്ട്, അവർ ശരിയായ കണ്ടൻറ്റ് അന്വേഷിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ ഒരു മീഡിയ ഇതിനകത്തുള്ളൊരു കമൻറ്റ് വെച്ചാൽ, എന്താണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ പ്രസക്തി എന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ, ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ഒപ്പീനിയനേറ്റഡ് അക്സസിബിൾ പൊളിറ്റിക്കൽ കണ്ടൻറ്റ് എമംഗ് ദ ഇന്ത്യൻ പബ്ലിക് എന്നാണ്. അതായത് അവിടെ ഒരു വാക്ക് വെച്ചാൽ ഒപ്പീനിയനേറ്റഡ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ സംബന്ധിച്ചോളം ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് ചാനലിൽ കൂടെ അങ്ങനെ പോകും. ഇനിയിപ്പോൾ ഒരു ചാനലിൽ തന്നെ അയക്കുക, ഒരു ചാനലിലൂടെ കടന്നു പോകുമ്പോഴും സംഭവിക്കുന്ന വലിയൊരു ദുരന്തമുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ കാണാൻ അവർ പിന്നെ ഒരു ഫുൾ പേജ് പരസ്യം എന്തിൻ്റെ BJP ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്. ഇതിന് തൊട്ടുപുറത്തുനിന്ന് മറിക്കുമ്പോൾ ഒരു വിവാദം, BJPക്കെതിരെയോ അല്ലെങ്കിൽ മോദിക്കെതിരെ വിഭാഗം. അതിൻ്റെ തൊട്ട് താഴെ പിന്നെ ഇദ്ദേഹം ഒരു വലിയ തറക്കല്ലിടുന്നതിൻ്റെ ഒരു ചിത്രം, അല്ലെങ്കിൽ പുരോഗതിയെക്കുറിച്ചുള്ളൊരു സാധനം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഓപ്പണൻറ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ ഒരു കമൻറ്റ്. ഇതൊക്കെ കൂടെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഇതിന്നൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പിന്നെ കല്യാണത്തിൻ്റെ ബൊഫേ ഏതെടുക്കണ്ടോ. അതെ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മളുടെയൊക്കെ ഒരു അനാലിസിസിനുള്ളൊരു കപ്പാസിറ്റി നിൽക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല ഇതൊക്കെ കൂടെ കണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇന്ന് ഏതാ ശരി ഏതാ തെറ്റാന്ന് അറിയുന്നില്ല എന്നുള്ളത്. ഇവിടെയാണ് ദൂറാർട്ടി യഥാർത്ഥത്തിൽ വിജയിച്ച മറ്റൊരു പോയിന്റ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതിനെ അസിമുലേറ്റ് ചെയ്ത്, അതിൽ കൂട്ടിച്ചേർത്ത് വ്യക്തമായിട്ടുള്ളൊരു അനാലിസിസിന് വിധേയമാക്കുകയും ഈ കേൾവിക്കാരന് അല്ലെങ്കിൽ കാഴ്ചക്കാരനെ സംബന്ധിച്ചോളം കൃത്യതയാർന്നുള്ളൊരു വീക്ഷണം രൂപീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ 10 ചാനലോ അല്ലെങ്കിൽ 10 മണിക്കൂറോ കണ്ടിട്ടോ പഠിച്ചിട്ടോ കിട്ടേണ്ട ഒരു കാര്യം ഒരു 20 മിനിറ്റ് കൊണ്ട് അത് നോക്കിയറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയാണ് ഇതൊരിക്കലും അദ്ദേഹം വലിയ വീഡിയോസ് ചെയ്യാന്നുള്ളതല്ല. സാമാന്യൊരു ലെങ്ത് ഉണ്ടാകും, പക്ഷേ എങ്കിൽ പോലും ആ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയാം ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റ്സ് ഇങ്ങനെയാണ്. അല്ലാതെ അതെ, അത് പറയുന്ന രീതി വലുതാണ്. ഈ അവിടെ തന്നെ വെച്ചാൽ എങ്ങനെ വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ സാധാരണ യൂട്യൂബേഴ്സിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവർക്ക് ആകെ പറയാനുള്ള കണ്ടന്റ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇത് പറയാൻ അവരെന്ത് ചെയ്യും, ഒരുപാട് വലിച്ചിഞ്ചിപ്പോൾ ഇത് എന്താ പറയാൻ പോകുന്നതെന്ന് കിട്ടണം നമ്മൾ മുഴുവൻ കാണുമൊക്കെ മടുത്തു പോടണം. ഇതൊരിക്കലും ധ്രുവറാത്തി അങ്ങനെ ചെയ്യുന്നില്ല. അദ്ദേഹം എന്താ വെച്ചാൽ ഓരോ പോയിൻറ്റും വേണമെങ്കിൽ ഒരു വീഡിയോ ആക്കാനുള്ള കണ്ടൻ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ആ ഒരു 1 by 1 കൊണ്ട് ഈ പറഞ്ഞു തീരുമ്പോഴേക്ക് കേൾവിക്കാരനെ സംബന്ധിച്ചോളം കൃത്യമായിട്ടും ഫാക്ട്സ് അല്ല, അത് ഫാക്റ്റുമാണ്. ഫാക്റ്റ് പരമാവധി കളക്ട് ചെയ്ത് തീരെ വൈകാരികമായിട്ടല്ല. വൈകാരികത വളരെ കുറവ്. മറ്റേ പലപ്പോഴും ഒരു വിമർശകനാണെന്ന് തോന്നുന്ന രൂപത്തിലാക്കാരും ഇപ്പോൾ പറയുക, അതല്ലെങ്കിൽ അപ്രീസിയേഷൻ ആക്കാരും. ഇത് രണ്ടും അതിനകത്തില്ല. വളരെ ഫാക്ട് ബേസ്ഡ് ആയിട്ട് അൺഇമോഷണലായിട്ട് അദ്ദേഹം പറയും. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്, വളരെ എന്താ പറയുക, ഇമ്പക്കബിളായിട്ടുള്ള ബോഡി ലാംഗ്വേജാണ്, പ്ലസൻ്റാണ്, എപ്പോഴും ഒരു ചെറിയ ചിരിയുണ്ട്, യങ്ങാണ്. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരുടെ ചിലർ അതിനെ വിലയിരുത്തുന്നത് എന്താ വെച്ചാൽ, മീഡിയ റൂമുകളിൽ കാണുന്ന രൂപത്തിലുള്ള ഒച്ചപ്പാടോ ബഹളമൊന്നും അദ്ദേഹത്തിൻ്റെ വീഡിയോയിലില്ല. വളരെ പ്ലസൻ്റായിട്ട് ലളിതമായിട്ട് കാര്യങ്ങൾ പറയാം. അതാണ് ആൾക്ക് ഇഷ്ടം എന്നുള്ളത്. അതെ, വെച്ചാൽ അതൊരു നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ഇതാണത്. അപ്പോൾ ആ രീതിയിൽ എന്ന് വെച്ചാൽ ഈ ചാനലുകളിൽ നമുക്ക് പലപ്പോഴും എളുപ്പത്തിൽ കിട്ടാത്ത കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കിട്ടുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടോണിൻ്റെ ഒരു സെറ്റിംഗ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു ടോണിലാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കും. ഒരു വളരെ ഇപ്പോൾ മോദിയെക്കുറിച്ചൊക്കെ ഡിക്റ്റേറ്ററാണെന്നൊക്കെ ചോദിക്കുന്ന വലിയ ചോദ്യമാണ് ശരിക്കും. അതൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറയുന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ തല്ലാനോ ഇതിൻ്റെ തോന്നില്ല എന്നർത്ഥം. അത് ആ രീതിയിലാണത് പറയുന്നത്. അപ്പോൾ ഫാക്ട്സാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഈ മീഡിയകളുടെ ഒരു ക്രെഡിബിലിറ്റി വളരെയേറെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞൊരു കാലമാണ്. ഓണസ്റ്റി ഇല്ല എന്നുള്ളത് പലപ്പോഴും ഒന്നുകിൽ ഗോദി മീഡിയ അല്ലെങ്കിൽ മീഡിയൻ മീഡിയകളാണ്.
ഈ ഇടയ്ക്കിങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ കളിക്കുന്ന. ഇതിനകത്ത് ഈ സത്യം പറയുന്ന മീഡിയകൾ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ള മീഡിയകളിൽ വളരെ ഇല്ല എന്ന് തന്നെ പറയാവുന്നൊരവസ്ഥയാണ്. അവിടെയാണ് ഇപ്പോൾ അൽ ജസീറ പോലുള്ള ചാനലൊക്കെ ആൾ ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം ഉണ്ടായിരുന്നത്. അതൊക്കെ പൂട്ടിപ്പോകും കൂടെ ചെയ്യുന്നതോടെ BBC സംത്തോളമൊക്കെ എന്താണ് ഇവിടുന്ന് കെട്ടി പോകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒക്കെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ആളുകൾ ഇദ്ദേഹത്തെ പോലുള്ളൊരു ചാനലിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കിപ്പോൾ ഈ പലപ്പോഴും നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ ചാനൽ ചർച്ചകൾ കേട്ടിരുന്നതിനാണ്. അപ്പോൾ ഈ ഒരു സംവാദം നടക്കുമ്പോൾ നമുക്കറിയാം ആ സംവാദത്തിന് വേഗത്തിൽ നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റും ആരത്തെ ശരിയെന്ന്. ഇപ്പോൾ ഒരു സംവാദം കേട്ടാലോ ഉള്ള ധാരണ പോകും ആകെ കൂടെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഒരു കക്ഷി ഉണ്ടാവും. ആരാണ് അദ്ദേഹം? നമ്മുടെ മീഡിയേറ്റർ. ഈ മീഡിയേറ്റർ ആരെയും പറയാനെന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സത്യം പുറത്തു വരും തോന്നിക്കഴിഞ്ഞാൽ അപ്പം മീഡിയേറ്റർ ഇടപെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ തരത്തിൽ ഇതെല്ലാം ഈ ടാർണിഷ് ചെയ്ത് ഇത് കാണിക്കുക അല്ലെങ്കിൽ വ്യക്തത വരുത്താൻ സഹായിക്കാതിരിക്കുക, ഇങ്ങനത്തെ മീഡിയകൾക്കുള്ളൊരു മറുപടിയാണ് ധ്രുവ് എന്ന് പറയുന്നത്. കൃത്യതയായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയാൻ പറ്റുക, ആളുകളത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. പിന്നെന്താ വെച്ചാൽ ഇത് ഈ പല യൂട്യൂബ് കണ്ടൻസും നമുക്കറിയാം ഈ പരത്തി പറയുന്ന ഈ രീതി അത് തന്നെ ഒരേ സാധനത്തെ 2, 3, 4 വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റും. നമുക്ക് ഇദ്ദേഹത്തിന് നോക്കിയറിയാം. ഒരുപക്ഷെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഫേസിൽ മാത്രമാണ് ഇദ്ദേഹം ഏതാണ്ടൊരു സമാനമായ തീമുള്ള 2-3 വീഡിയോസ് ചെയ്തത്. പക്ഷെ അതുപോലും എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലും അദ്ദേഹം പരമാവധി ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് ഈ അപ്പം നമുക്ക് ഈ അദ്ദേഹം പലപ്പോഴും ആൻറ്റി BJP ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു 2023 മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ 100% ആൻറ്റി കോൺഗ്രസ് ആണെന്ന്. എന്നാൽ അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്കൽ ദിനത്തേക്ക് വരുന്നതിനെ കുറിച്ച് പറയുന്നത് 2011 അണ്ണാ ഹസാരയുടെ ഈ യൂത്ത് ഇന്ത്യ അഗെയിൻസ്റ്റ് ആൻറ്റി കറപ്ഷൻ ആ മൂവ്മെൻറ്റിൽ ആകർഷണമായിട്ടാണ് പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ച് തുടങ്ങുന്നത്. അതിനും ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് മാത്രമാണ് അദ്ദേഹം ഈ ഒരു രീതിയിലുള്ള ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. 2014 മുതലുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇത് ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടെ മെല്ലെ മെല്ലെ പഠിച്ച് മുന്നോട്ട് വന്ന ഒന്നാണ്. അതിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ചിന്തിക്കുന്ന യുവത്വം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു കണ്ടൻറ് ക്രിയേഷൻ അദ്ദേഹം നടത്തുന്നു. അതിനനുകൂലമായ പ്രസൻറ്റേഷൻ. പിന്നെ നമുക്കറിയാം യൂട്യൂബിലൊരു സാധനം പൊക്കിക്കൊണ്ടിരണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടണമെങ്കിൽ ചില തന്ത്രങ്ങളുണ്ടല്ലോ. സാധാരണ പറയേണ്ട ആർട്ടും ഒരു സയൻസും ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളതിൻ്റെ ടൈറ്റിൽ ചെയ്യുമ്പോൾ, തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഹുക്ക് ചെയ്യുമ്പോഴൊക്കെ വേണം. ഇത് ഒരു വലിയ മീഡിയ വർക്കാണ്. ആ മീഡിയ വർക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം നന്നായി ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊങ്ങി എന്ത് ചെയ്യില്ല, താമര അല്ലെങ്കിൽ അടിയിൽ തന്നെ നിൽക്കും, ഇങ്ങനെ പൊങ്ങി വരണല്ലോ. ഇതിൽ പിന്നെ നമ്മളൊക്കെ ഈ പുതിയ തലമുറയുടെ ഒരു പ്രധാന സവിശേഷം എന്താ വെച്ചാൽ, എനിക്കൊരു ആക്ടിവിസം നടത്താൻ ആഗ്രഹം ഉണ്ടെന്ന് നിൽക്കുക, എനിക്കൊന്ന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നിൽക്കുക, ഇന്ന സമയത്തോളം പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഇടപെടാൻ നിർത്തില്ല. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസമാണ് കൂടുതൽ. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു വീഡിയോ കിട്ടാണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം കാണിക്കുന്നത്. ഇതിനു പറ്റിയ വീഡിയോകളാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ. അത് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഷെയറിങ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരാൾ ഷെയർ ചെയ്താലോ ഇദ്ദേഹം അതോടെ ആ വ്യക്തിയും പരിചയപ്പെടും, അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അടുത്ത ആൾ കാണാൻ തുടങ്ങും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻറ്റഗ്രിറ്റി ഫാക്ടർ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ഇൻറ്റഗ്രിറ്റി തന്നെയാണ്. പിന്നെ റിസർച്ച്ഡ് കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ ചിലരൊക്കെ അദ്ദേഹത്തെ വെല്ലുവിളിച്ച കാര്യമുണ്ട്, നിങ്ങളിങ്ങനെ ജർമ്മനിയിൽ ഇരുന്നിട്ട് എന്താണ് വലിയ വീഡിയോസൊക്കെ ചെയ്യണം, ഇവിടെ ഇന്ത്യയിലും വന്ന് നോക്കൂ. കുറച്ചൊക്കെ അദ്ദേഹത്തിന് ആ ഒരു എക്സ്പാട്രിയേറ്റ് എന്നുള്ള ഒരു ഘടകം സഹായിച്ചിട്ടുണ്ടാകാം. കാരണം അല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കൊരു സുബൈറിൻ്റെ ഒക്കെ ഹിസ്റ്ററി അറിയാം, 4 വീഡിയോ ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു, റെയ്ഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിനൊരു പക്ഷേ ഒരു പരിധി വരെ ഇതുണ്ടാവും. പക്ഷേ അതേസമയം ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് ജർമ്മനിയിൽ ഇരുന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ
ഉണ്ടാവും. ജർമ്മനിയിൽ ചെയ്യാന്നല്ല, അവിടെ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നതാണ്, എന്ത് അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു, നീ ഇന്ത്യയിൽ വന്ന് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഉടനെ വന്നുപോ. അതെ, എന്തായാലും അദ്ദേഹം പറയുന്ന പോലെ ഞാനൊരു യൂട്യൂബ് എഡ്യൂക്കേറ്റർ ആണെന്ന് പറയുന്നുണ്ടല്ലോ, അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഇതാണ്. അദ്ദേഹം ഭാവിയിൽ ഇതിൻ്റെ ഒരു സത്യസന്ധതയും ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആവശ്യമുള്ളതെന്തോ അത് മനസ്സിലാക്കി തന്നെ ഇവിടുത്തെ യുവത്വത്തെ അല്ലെങ്കിൽ ജനതയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യൂട്യൂബറായിട്ട് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും. അഷ്റഫ്, അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മീഡിയകൾ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ തൊട്ടടുത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു വാർത്ത, ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ അവർ എന്ന് വെച്ചാൽ അവരെ പ്രവർത്തക ഇവിടുന്ന് എന്ത് ചെയ്തു, പണി അവസാനിപ്പിച്ച് പോയി. ഇലക്ഷൻ നടത്താൻ ഇലക്ഷനിലെ റിപ്പോർട്ട് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഉള്ളതാണ്. BBC അവസാനിപ്പിച്ചു, അൽ ജസീറ അവസാനിപ്പിച്ചു. പിന്നെ അതേപോലെ പല മീഡിയകളാണെങ്കിൽ പോലും പ്രതിപക്ഷത്തെ വളരെ കുറ്റമായിട്ട് അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണിക്കുകയും ഭരണപക്ഷം ചെയ്യുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നേരെ കണ്ണടക്കുകയൊക്കെ ചെയ്യുന്നൊരു, നേരത്തെ ഗോദി മീഡിയ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകുമ്പോൾ ഇതുപോലെയുള്ള വ്ളോഗർമാർ അത് ഒരു പ്രതീക്ഷയാണോ നമുക്ക് നൽകുന്നത്, അവർക്ക് പ്രസക്തി നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്നുള്ളതാണ്. ഈ ധ്രുവ് റാദി എന്ന് പറയുന്ന ഈ വ്യക്തി മോദി ഭരണകൂടത്തിന് ഒരു ശക്തമായ താക്കീതാണ്. അതോടൊപ്പം നമ്മുടെ മാധ്യമങ്ങൾക്ക് കൃത്യമായൊരു മുന്നറിയിപ്പാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് വ്യക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ്. യാതൊരു തർക്കമല്ല കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ മോദി വിചാരിച്ചത്, മോദി അതുപോലെ തന്നെ സംഘപരിവാറൊക്കെ അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ ജയിക്കണമെങ്കിൽ ഒന്ന് വിദ്വേഷം പറയാം, രണ്ടാമത് അദ്ദേഹത്തിന് എതിരായി വരുന്ന ശബ്ദങ്ങൾ എവിടെ നിന്നൊക്കെയാണോ അതെല്ലാം ഹോൾഡ് ചെയ്യുക. ഒന്ന് പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ സംഘടനകൾ, പാർട്ടികൾ, അവരെയൊക്കെ എന്ത് ചെയ്തു, പല നിലക്ക് ED വിട്ടിട്ടും മറ്റുമൊക്കെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി, പിന്നെ ഇതാക്കി. പിന്നെ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിനെ അതിൻ്റെ ഇത്രയും കാലത്തെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ നോക്കുകുത്തിയാക്കിയിട്ടാണ് നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നതും. അത് ഒരു പിന്നെ പാർലമെൻറ്റിൽ വെച്ചിട്ടാണ് എന്ത് ഒരു പ്രതിഷേധം വരെ ഉണ്ടായത്, അത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഉള്ളത് നീതിന്യായ വ്യവസ്ഥയാണ്. അതാണല്ലോ ഒരു ആകത്താണി. ആ നീതിന്യായ വ്യവസ്ഥയുടെ മുകളിലും പല സ്ഥലത്തും അവർക്ക് പറ്റുന്ന ആളുകളെ വെക്കാനുള്ള അന്തരീക്ഷം. പിന്നെയുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രാവശ്യം എന്ത് ചെയ്തു, അവർ പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി, പിന്നെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അവരുദ്ദേശിക്കണം, അതിപ്പോൾ നമുക്ക് കാണാണ്ടല്ലോ, അദ്ദേഹം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണില്ല, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് ഇതിൽ പ്രശ്നമില്ല, വേറെ ആരെങ്കിലും ഒന്ന് അനങ്ങിയാൽ മതി. അതായത് നമ്മൾ സാധാരണ പറയലുണ്ട് എട്ടുകാലി വലയെ പോലെയാണെന്നുള്ളത്. എട്ടുകാലി വലയിൽ ചെറിയ പ്രാണിയും പാറ്റയൊക്കെ വന്നാൽ പെട്ടെന്ന് കൊടുക്കും, എന്നാൽ വണ്ട് വന്നത് പൊളിച്ചു പോവുകയും ചെയ്യും. അതേപോലെയാണ് എന്ത് ഈ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ നിർത്തിയിട്ടുള്ളത്. പിന്നെ മാധ്യമങ്ങളാണ്, ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ട മാധ്യമങ്ങളെന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മൊത്തം എന്ത് ചെയ്തു, കയ്യിലെടുത്തു. അത് കോർപ്പറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിയും മറ്റു രീതിയിലൊക്കെ കയ്യിലെടുത്തു. പിന്നെ വിദേശ മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയായി കഴിഞ്ഞാൽ ഇനി ഒരു എതിർ ശബ്ദം ഉണ്ടാവില്ല, ഇനി ഞാൻ പറയുന്നത് മാത്രമേ നടക്കുള്ളൂ എന്നതായിരുന്നു സ്ട്രാറ്റജി. ഞാൻ പറയാം, അതാണ് ഞാൻ പറഞ്ഞത്, ശക്തമായ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിക്കും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കും, സംഘപരിവാറിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കും കനത്ത പ്രഹരമേൽപ്പിച്ച് താക്കീത് കൊടുത്തുകൊണ്ടാണ് ഈ ധ്രുവ് റാദി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു സ്വേച്ഛാധിപതിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അവർക്ക് ഒരു അറ്റാക്ക് വരും. അതേത് വഴിയാണ് നമുക്ക് പെട്ടെന്ന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ബലൂണിന് മുട്ടുസൂചിയെ പേടിയാണ് എന്ന് പറയുന്നത് പോലെ ഇതിങ്ങനെ വീർപ്പിച്ച് എത്ര കൊണ്ടുവരണോ അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു മുട്ടുസൂചി, ആ ഒരു മുട്ടുസൂചിയാണ് യഥാർത്ഥത്തിൽ ആര്, ഈ ധ്രുവ് റാദി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കണ്ടൻറ്റുള്ള ആ വീഡിയോസ് 2014 മുതലാണല്ലോ തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങോട്ട് ആകുമ്പോഴേക്ക് 2.7 ബില്യൺ വ്യൂവേഴ്സാണ്. അതുപോലെ തന്നെ ഓരോ മണിക്കൂറുകളിലും സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പിന്നെ NDTV ആകട്ടെ, ഇന്ത്യ ടുഡേ ആകട്ടെ,
അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളെക്കാളും ഒക്കെ ഫോളോവേഴ്സാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ മീഡിയകളെയും കൈപ്പിടിയിൽ ഒതുക്കിയാൽ ഈ ഒരൊറ്റ മനുഷ്യൻ അതിനൊക്കെ എന്ത് ചെയ്തു, ഹൈജാക്ക് ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ഒരവസ്ഥയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിന് അദ്ദേഹം ഒരു കൃത്യമായ താക്കീത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാധ്യമങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയാതെ അനുഭവത്തിലൂടെ തെളിയിച്ചു കൊടുത്തു. നേരത്തെ അമിത് മാഷ് പറഞ്ഞ രൂപത്തിൽ പിന്നെ ഒരു ചെറിയ സാധനം ഇട്ടിട്ട് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളത്തിൽ വറ്റുപെടുന്ന മാതിരി ആ വറ്റിന് കിട്ടണമെങ്കിൽ കോരിയാണ് കിട്ടൂല. അതേപോലെ കണ്ടൻറ്റിന് കിട്ടൂലല്ലോ. ഇദ്ദേഹം കണ്ടൻറ്റ് ക്രിയേറ്ററാണ്. കണ്ടൻറ്റ് മാത്രമേ സംസാരിക്കുള്ളൂ. അത് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് പൊതുസമൂഹത്തിന് ഫാക്റ്റ് കൊടുക്കാം എന്ന് ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങൾക്കും കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾ ശരിക്കും ലജ്ജിച്ച് തല താഴ്ത്തണം. ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തണം. ഞങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ജോലിക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് നടത്തുന്ന സംവിധാനങ്ങളാണ്. വലിയ സ്റ്റുഡിയോ വെച്ച് പരസ്യം കൊടുത്ത് എന്നിട്ട് ഇവർ ഇതിനായിട്ട് രാവിലെ മുതൽ വരികയാണ്. എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സംഗതി ഈ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ വയസ്സ് 29 വയസ്സാണ്. ഇത് മാത്രമല്ല, ജേർണലിസം പഠിച്ചോ ചോദിച്ചാൽ ഇല്ല, എഞ്ചിനീയറിംഗ് ബിടെക്കാണ്. അവൻ്റെ കൂടെയുള്ള കുറച്ച് സഹായികളും വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇവർ കാണിച്ചു കൂട്ടുന്ന പൊല്ലാപ്പൊന്നും ഇതിൻ്റെ പിന്നിൽ അത്ര വിഷയമൊന്നുമില്ല. ഇത് രാവിലെ മൈക്കെടുത്തുകൊണ്ട് പിന്നെ തണ്ടല്ലേ, എന്നിട്ട് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടും വേണ്ടതുപോലെ ഒരു കണ്ടൻറ്റ് കൊടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അപ്പോൾ പത്രലേഖകന്മാർക്കും റിപ്പോർട്ടർമാർക്കും എഡിറ്റർമാർക്കും ഒക്കെ ശക്തമായ ഒരു എന്താ പറയുക ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എന്ത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. പിന്നെ അതുപോലെ പ്രതിപക്ഷം ഒരു പാർലമെൻറ്റിൽ പോയി അവിടെ കൃത്യമായ രീതിയിൽ ആയിട്ടില്ലെങ്കിലും ഇന്ത്യയിലൊരു പ്രതിപക്ഷമാകാം എന്ന് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, ശരിക്കും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പോകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നെ ഇവിടെ നമുക്കറിയാൻ പറ്റും, ഈ ഹിറ്റ്ലറുടെ ഒരു വഴിയാണ് ഈ വിദ്വേഷത്തിൻ്റെ പ്രചരണം എന്ന് പറയുന്നത്. അതിന് തടയിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വിദ്വേഷത്തെ തടയിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നാടെന്ത് ചെയ്യും, കുട്ടിച്ചോറാവും. യാതൊരു തർക്കമോ കാര്യത്തിലില്ല. അപ്പോൾ അതിന് ഇദ്ദേഹം മുൻകൈ എടുത്തു എന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മൂടി വെക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. പിന്നെ ജനങ്ങൾക്ക് ഒരു അന്ധമായ പാർട്ടി പക്ഷപാതിത്വം ഇല്ല എന്നതുകൂടി ഇതിന് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന് വ്യൂവേഴ്സ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ ആൾക്കാർ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് അന്ധമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന ആ ഒരു ബേസിലൊന്നും നിങ്ങളുടെ ആളുകൾ പോകില്ല. വിഷയം വസ്തുതാപരമായിട്ട് മനസ്സിലാക്കാൻ ആൾക്കാർ തയ്യാറാണ്. അത് കൊടുക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ തയ്യാറായാൽ മതി എന്ന് ഇത് മനസ്സിലാക്കുക. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റവും മറ്റു ഘടകങ്ങളും വെച്ച് മോഡിക്ക് അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണെന്ത്, 400 സീറ്റിൽ കൂടുതൽ ഞങ്ങൾ ജയിക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യ സഖ്യം ഭരണത്തിൽ വന്നാൽ എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ വരാനൊരു സാധ്യതയാണ് പറയുന്നത്. 5 വർഷം 5 പ്രധാനമന്ത്രിമാരുണ്ടാവുന്നതാണ്. ഒരാൾ ഫേസ്ബുക്കിൽ എഴുതി കണ്ടു, പിന്നെ ഞങ്ങൾ 5 അല്ല പിന്നെ അതിൽ കൂടുതൽ പ്രധാനമന്ത്രിമാർ ഞങ്ങൾ 5 കൊല്ലം കണ്ട് ഭരിച്ചാലും വല്ല ഞങ്ങൾ ഭരിക്കണ്ടാവും. പിന്നെ ദക്ഷിണേന്ത്യനെ പ്രത്യേക രാജ്യമാക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവർ വന്നാൽ എന്നുള്ളൊരു ആ സംഗതി എന്ത് ചെയ്തു, ഇപ്പോൾ 400ന്റെ വർത്താനൊന്നും പോസിബിലിറ്റി അവിടെ നിന്ന് തന്നെ വന്നു. ശരിക്കും എന്ത് ചെയ്തു, അവസാനത്തെ ആയുധം എടുത്തു. വിദ്വേഷത്തിൻ്റെ അങ്ങേ തലക്കത്തെ അവസാനത്തെ ആയുധം എടുത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സംഗതി എന്ത് ചെയ്തിട്ടുണ്ട്, അജണ്ട കൈവിട്ടു പോയിട്ടുണ്ട്. അതായത് BJPക്കും അനുബന്ധ ആളുകൾക്കും അജണ്ട കൈവിട്ടു പോയി. ഈ ഫാക്റ്റിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മറ്റ് ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലുള്ള ഇലക്ഷനെ കാര്യമായിട്ട് എന്ത് ചെയ്യും, ഇത്തരം സംഗതികൾ സ്വാധീനിക്കും. പിന്നെ ഇദ്ദേഹം ഒരു വ്യക്തിയാണ്. നമ്മൾ അതിൻ്റെ ഫോളോവേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ ആർക്കും എപ്പോഴും വിലക്കെടുക്കാം. അത് എത്ര പരിശുദ്ധനാണെങ്കിലും ഇദ്ദേഹത്തെ ആർക്കും വിലക്കെടുക്കാൻ കഴിയാതെ പോകട്ടെ. എല്ലാ ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഈ ഫാക്റ്റ് കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു വ്യക്തിക്ക് എന്തുണ്ട്, അങ്ങനെ ഒരു പരിമിതി ഉണ്ട് എന്നത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ ദ്രോറട്ടിമാരൊക്കെ ഒരു പ്രതീക്ഷയാണ് എന്നാണ് പറഞ്ഞു വന്നത്. എന്നാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരെ
കൃത്യമായി കൊണ്ട് വിലക്കെടുക്കാൻ സാധിക്കും. അതിനൊരു സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കുകയും കൂടി ചെയ്യാം.